ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സാറ്റർഡേ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ വീക്കെൻഡിൽ നമ്മൾ ഇവിടെ എല്ലാവരും തന്നെ ജോലിക്കൊക്കെ പോണവരും ജോലിയുള്ളവരൊക്കെ വീക്കെൻഡിൽ സാറ്റർഡേ ആണ് ഗ്രോസറി ഷോപ്പിംഗ് കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങണത്. ആ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ വാങ്ങി വയ്ക്കും. അപ്പോൾ ഞങ്ങളതിനു വേണ്ടി സാറ്റർഡേ പോണതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രഷ്കോ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലാണ് പോണത്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെയാണ് കിട്ടണത്. അപ്പോൾ ഇത് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്ന വീടിൻ്റെ കുറച്ച് ദൂരമുള്ള 10-20 മിനിറ്റ് നേരം കാറിന് വന്നു കഴിഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റിലെത്തും. അപ്പോൾ ഇവിടെയാണ് മിക്കപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല സാധനങ്ങളാണ്. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു വീട്ടിലൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാകും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നോൺ വെജ് ഐറ്റംസ്, മീൻ, പാല്, മുട്ട, പിന്നെ ഗ്രോസറി കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ പലചരക്ക് സാധനങ്ങളും എല്ലാനും ഈ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾക്ക് വേറെ കടകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മീനിൻ്റെയൊക്കെ സെക്ഷനാണ്. എല്ലാനും പാക്ക് ചെയ്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്രഷായിട്ട് കിട്ടണമെങ്കിൽ ചൈനീസ് മാർക്കറ്റൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് മീനാണ് എടുക്കണമെന്ന് വെച്ചാൽ അത് അവരപ്പം തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് തൂക്കി തരും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ വന്ന നോൺ വെജൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലും നല്ല ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ്. അതായത് ചിക്കൻ്റെയൊക്കെ ന്യൂഡിൽസ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്തൊക്കെയാണ് കഴിക്കണത്. പിന്നെ ഇത് ചെമ്മീൻ്റെ പോപ്കോണാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ചെമ്മീൻ്റെ ഐറ്റംസാണ്. അപ്പോൾ ഇത് ബീഫിൻ്റെയും പോർക്ക്, ബീഫൊക്കെ ഇങ്ങനെ പാക്കറ്റിലാക്കിയാണ് വെച്ചേക്കണത്. പിന്നെ ഈ ചിക്കൻ്റെയൊക്കെ കാലുകൾ ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്ന തരം ചിക്കൻ ലെഗ് പീസസാണ് അതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ്റെ പാർട്സുകൾ ഇരിക്കണതൊക്കെ ചിക്കൻ്റെ നമ്മളിപ്പോൾ വേസ്റ്റായിട്ടൊക്കെ കളയണ പാർട്സുകളൊക്കെ ഇവർ ക്ലീൻ ചെയ്ത് ഓരോ പാക്കറ്റിലാക്കി വയ്ക്കും. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റായിരിക്കുള്ളൂ. പിന്നെ ചിക്കൻ്റെ തന്നെ ബ്രസ്റ്റ് പീസും ലെഗ് പീസ് അതുപോലെയുള്ള ഇതൊക്കെ ഓരോ പാക്കറ്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ വെക്കണത്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാം. പിന്നെ നമ്മളൊരു ചിക്കൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ചിക്കൻ വേണമെങ്കിൽ അതും അങ്ങനെയും വാങ്ങാം. ഇപ്പം ഞാൻ കാണിക്കണത് ചിക്കൻ്റെയൊക്കെ വേസ്റ്റ് തന്നെ മറ്റേ കക്കാമ്പരണ്ടിയും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ പാക്കറ്റിലാക്കിയാണ് വന്നത്. അതുപോലെ ചിക്കൻ്റെ ഉള്ളിലുള്ള ഒരു ഉണ്ട പോലത്തെ ഒരു സാധനവും അതൊക്കെ. പിന്നെ അതേപോലെ ചിക്കൻ ലിവർ ഇതൊക്കെ ഇങ്ങനത്തെ പാക്കറ്റിലാക്കണം. അപ്പം നമുക്കത് ഈ ചിക്കൻ്റെയൊക്കെ പാർട്സൊക്കെ വാങ്ങി കഷ്ണങ്ങളൊക്കെ ഇട്ട് കറി വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു ഫുൾ ചിക്കൻ മസാല തേച്ച് പാക്ക് ചെയ്ത് വന്നേക്കണതാണ്. ഇതൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയതാണ് അതൊക്കെ. പിന്നെ ഇത് മീനിൻ്റെയൊക്കെ ഐറ്റംസ്. ഇതിങ്ങനത്തെ മീനിൻ്റെ നമ്മുടെ നാട്ടിലെ പിലോപ്പിയ മീനും പിന്നെ ആവോലി മീനൊക്കെയാണ് ഇങ്ങനത്തെ പാക്കറ്റിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്തവണയും ആവോലി മീനിൻ്റെ ഒരു പാക്കറ്റും പിന്നെ വറുക്കാനുള്ള പിലോപ്പിയുടെയൊക്കെ മാംസം മാത്രമുള്ള ഭാഗങ്ങൾ പാക്കറ്റാക്കി വന്നതും കൂടിയാണ് വാങ്ങിയത്. പിന്നെ തൈര്, പാല്, അങ്ങനെയുള്ള നെയ്യ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ പോണേക്ക് മുമ്പായിട്ട് ഓരോ ആഴ്ചയിലും ആഴ്ച തുടങ്ങുമ്പോൾ തന്നെ സാധനങ്ങൾ തീരണത് ഏതാണെന്ന് വെച്ചാൽ അപ്പം തന്നെ മൊബൈലിൽ നോട്ട് ചെയ്തിടും. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ആകുമ്പോഴത്തേനും ഏത് സാധനങ്ങളാണ് തീരണത്, അല്ലെങ്കിൽ നോൺ വെജ് എന്തൊക്കെ വേണം, വെജുകൾ എന്തൊക്കെ വേണം, ഫ്രൂട്ട്സ് എന്തൊക്കെ വേണം എന്നുള്ളത്
പിന്നെ പലവ്യഞ്ജനങ്ങളൊക്കെ ആയാലും തീരുന്ന സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് ഫോണിലിട്ട് കഴിഞ്ഞാൽ സാറ്റർഡേ ചെന്ന് എല്ലാം വാങ്ങിക്കൊണ്ടുവരും. സാറ്റർഡേ ഇപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും, എല്ലാ ഷോപ്പിംഗ് മാളുകളിലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കേരള സ്റ്റോറിലും കൂടി കയറിയിട്ട് ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാനൊരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അപ്പോൾ ഇത് ഏഷ്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബിരിയാണിയൊക്കെ കിട്ടും. മറ്റേ കാനഡയിലൊക്കെ ടിം ഹോട്ടൻസ് പിന്നെ മെക്ഡി എന്നൊക്കെ പറയുന്ന കടകളിൽ ഈ മറ്റേ പിസ്സയും ബർഗർ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു തന്നെ നമുക്ക് പലതരം ബിരിയാണികളുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പതിവ് പോലെ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്, പിന്നെ മട്ടൻ ബിരിയാണി മക്കൾ, പിന്നെ തവ ബിരിയാണി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ 4 പേരും 4 സൈസിലെ ഭക്ഷണമാണ് കഴിച്ചത്. പിന്നെ കോളയൊക്കെ വാങ്ങിയൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേരള സ്റ്റോറിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള സ്റ്റോറിൽ കയറണമെങ്കിൽ നമുക്കിപ്പോൾ ഈ പൊറോട്ടയൊക്കെ അവിടെ നിന്നാണ് വാങ്ങിയത്. മലബാർ പൊറോട്ട, അതേപോലെ കൈമ റൈസ്. ഇപ്പോൾ ഇത് 5 കിലോൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ എപ്പോഴും മേടിക്കുകയും വേണ്ടല്ലോ. അപ്പോൾ 5 കിലോൻ്റെ പാക്കറ്റ് തന്നെ എടുത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ല. പിന്നെ പൊൻകതിറിൻ്റെ പുട്ടുപൊടി. അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ, പിന്നെ റവ, ഇതൊക്കെ നമ്മൾക്ക് കേരള സ്റ്റോറിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഇന്ത്യൻ സ്റ്റോറുണ്ട്, ഏഷ്യൻ മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടേക്കായാലും ഇപ്പോൾ കേരള സ്റ്റോറിലാകുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ്, ഈ പുട്ടുപൊടി പിന്നെ അപ്പപ്പൊടി ഒക്കെ കിട്ടണത്. ഇത് എലൈറ്റിൻ്റെ പുട്ടുപൊടിയാണത്. പിന്നെ നമുക്ക് നമ്മൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കണം ഉണ്ണിയപ്പം, പിന്നെ വറവരി സാധനങ്ങൾ, പീനട്ട് റോസ്റ്റ്, അതേപോലെ കപ്പ വറുത്തത്, അതൊക്കെ ഞങ്ങൾ കേരള സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടുത്തെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഇങ്ങനെ എണ്ണയിൽ വറുക്കണ പലഹാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കായ വറുത്തത്, അങ്ങനത്തെ ചക്ക വറുത്തത്, അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. വറവൊരു സാധനങ്ങളൊന്നും കാണാറില്ല. പിന്നെ ഉള്ളത് ചപ്പാത്തി, പിന്നെ അതേപോലെ പൊറോട്ട, പിന്നെ ഈ കബാബ്, കുബൂസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത്, ബ്രെഡ്, മറ്റേ അങ്ങനെയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തതാണ് ഇവിടുത്തെ സ്റ്റോറുകളിലൊക്കെ കണ്ടേക്കണത്. വറപൊരിയൊക്കെ നമ്മൾ വാങ്ങണമെങ്കിൽ കേരള സ്റ്റോറിൽ തന്നെ പോകണം. അപ്പോൾ ഈ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊന്നും ഇവിടെ അധികം ഇവർ ഉപയോഗിക്കാറില്ല. ബേക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതലും. എയർ ഫ്രയറിലൊക്കെ എണ്ണയില്ലാതെ ഇട്ട് വറുത്തെടുക്കുന്ന സാധനങ്ങളാണ് അധികം ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കോക്കനട്ടിൻ്റെ ഇത് വെള്ളമാണ്, നമ്മൾ വെറുതെ കളയണ തേങ്ങ വെള്ളം ഒരു പാക്കറ്റിലാക്കി അങ്ങനെ ഒരു റീഫ്രഷിങ്ങിനായിട്ട് കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഇതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല ഈ കോക്കനട്ടിൽ. വാട്ടർ അതുപോലെ തന്നെ പ്യുവറായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മധുരമൊന്നും ഇല്ലാത്ത കാരണം തന്നെ അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മാംഗോ ജ്യൂസ്. അപ്പോൾ നമുക്കിപ്പോഴൊക്കെ ഇവിടെ നല്ല ചൂടാണ്. സെപ്റ്റംബർ മാസത്തിൽ തണുപ്പ് വന്നതാണ്, തണുപ്പ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും പകൽ നല്ല ചൂടാണ്, ഇവിടെ വെയിലുണ്ട്. പിന്നെ വൈകിട്ടാകുമ്പോഴാണ് ഒന്ന് തണുത്ത് വരുന്നത്. പിന്നെ ഇത് കിർക്ക്ലാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ വെളിച്ചെണ്ണ. ഇതാണ് മലയാളികളെല്ലാവരും തന്നെ വാങ്ങണത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ടിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാകും, 1-1.5 മാസത്തോളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കട്ട പോലെയാണ് ഇരിക്കണം, നമ്മൾ മെൽട്ടാക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് പഞ്ചസാരയാണ്, പഞ്ചസാരയുടെ 2-3 കിലോൻ്റെ ഒക്കെ പാക്കറ്റാണ്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്. ഇത് ഓറഞ്ച്, പിന്നെ സംസം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്. അതിങ്ങനെ കഷ്ണമാക്കി നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പഴം, മുട്ട, ബ്രെഡ്, കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. കപ്പ കാനഡയുടെ സ്റ്റോറിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബീൻസൊക്കെ ആയാലും ഇത് മൂക്കാത്ത നല്ല ബീൻസൊക്കെയാണ്. പിന്നെ ചീര, കൊഴുപ്പച്ചീര, പിന്നെ ഇത് ഒരു തരം കേക്കാണ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ ദിവസങ്ങളിലൊന്നും സാധനങ്ങൾ തീരില്ല. ഏകദേശം ഒരാഴ്ചയോളം ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫിനിഷാക്കും. അപ്പോൾ ഓരോ ഐറ്റംസൊക്കെ കൊണ്ടുവന്നതൊക്കെ ഞാനിങ്ങനെ തിരഞ്ഞ് മാറ്റി ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലും, പിന്നെ ഫ്രീസറിൽ വെക്കേണ്ടത് ഫ്രീസറിലൊക്കെ മാറ്റി വെക്കണേണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, സവാള, വെളുത്തുള്ളി, പിന്നെ ഉരുളക്കിഴങ്ങ്,
അതൊക്കെ ആവശ്യമുള്ളത് തന്നെ എടുക്കും. പിന്നെ നോൺ വെജ് ഐറ്റംസ് ആയിട്ട് നമ്മളൊരു ഫുൾ ചിക്കനായിട്ടാണ് മേടിച്ചേക്കണത്. അപ്പോൾ അത് തൊലിയോടുകൂടിയാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ അത് തൊലിയോ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചിക്കൻ്റെ ഒരു ഫുൾ ചിക്കനാണ് വാങ്ങിച്ചേക്കണത്. പിന്നെ പയർ, കടല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതായത് പിലോപ്പിയ മീൻ്റെ തൊലിയും മുള്ളൊക്കെ കളഞ്ഞ് മാംസം മാത്രം പാക്ക് ചെയ്ത് മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് വറക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മാങ്ങ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആവോലി മീൻ്റെ ഒരു പാക്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമൻറ്റ് ചെയ്യണവർക്കും ലൈക്ക് ചെയ്യണവരും ഇനിയും മറക്കാതെ കമൻറ്റ് ലൈക്കും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.